മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരായ ബിഗ് ബോസ് താരദമ്പതികളായിരുന്നു ഫിറോസ് ഖാനും സജന നൂറും. എന്നാൽ ഇവരുടെ വിവാഹമോചനം ആരാധകരെ ഏറെ ഞെട്ടിച്ചിരുന്നു. തങ്ങളുടെ വേർപിരിയലിന് പിന്നിൽ മൂന്നാമതൊരാളുടെ ഇടപെടലുണ്ടെന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് ഫിറോസ് ഖാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വൈകാരികമായ വീഡിയോയിലൂടെയാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സിനിമാ സീരിയൽ രംഗത്തെ ചില ഉന്നത വ്യക്തികളെ ലക്ഷ്യം വെച്ചാണ് ഫിറോസിന്റെ വാക്കുകൾ. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും താൻ സേഫ് സോണിലാണെന്ന് കരുതരുത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അവാർഡ് ജേതാവായ ഒരു പ്രമുഖ വ്യക്തിയാണ് തന്റെ കുടുംബജീവിതം തകർത്തതെന്ന സൂചനയാണ് ഫിറോസ് നൽകുന്നത്. സത്യം എന്നും വിജയിക്കുമെന്നും എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വീഴുമെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. സെക്സ് പെർവേർട്ടറായ വ്യക്തികൾ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് സമൂഹത്തിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണെന്ന് ഫിറോസ് ആരോപിക്കുന്നു. വലിയ സ്ഥാനത്തിരിക്കുന്ന തനിക്ക് ആരെയും തകർക്കാമെന്ന ക്രിമിനൽ മനോഭാവമാണ് ഇവർക്കെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തന്റെ പക്കൽ ആവശ്യത്തിന് പിടിപാടുണ്ടെന്നും എത്ര സ്ത്രീകളെ ഉപയോഗിച്ചാലും താൻ രക്ഷപ്പെടുമെന്നും കരുതുന്ന ചില വ്യക്തികൾ ഈ വ്യവസായത്തിലുണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചു. നിശബ്ദരായി ഇരിക്കുന്നവരെ മണ്ടന്മാരോ പേടിത്തൊണ്ടന്മാരോ ആയി കാണരുതെന്ന് ഫിറോസ് ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും തരം താഴ്ന്ന രീതിയിൽ പ്രതികരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്. എന്നാൽ നിശബ്ദതയുടെ അർത്ഥം ഒന്നും അറിയുന്നില്ല എന്നല്ല. ബുദ്ധി കൊണ്ട് കളിക്കുന്ന ക്രിമിനൽ ബുദ്ധികളെ തക്ക സമയത്ത് തുറന്നു കാട്ടുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 3 ഒരുമിച്ച് മത്സരിച്ചവരായിരുന്നു ഫിറോസും സജനയും. ഷോയിൽ വെച്ച് ഇവർ പ്രകടിപ്പിച്ച സ്നേഹം ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഷോ കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും 2023 നിയമപരമായി വേർപിരിയുകയുമായിരുന്നു. ഇവരുടെ തകർച്ചയ്ക്ക് പിന്നിൽ ഒരു സിനിമാക്കാരനാണെന്ന തരത്തിൽ നേരത്തെയും ചില പ്രചാരണങ്ങൾ വന്നിരുന്നു. വിവാഹമോചനത്തിന് ശേഷം സജന പല അഭിമുഖങ്ങളിലും തന്റെ ജീവിതത്തിലെ തകർച്ചകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ ഫിറോസിന്റെ പുതിയ വീഡിയോ എത്തിയിരിക്കുന്നത്. താൻ വലിയൊരു ചതിയുടെ ഇരയാണെന്നും അദൃശ്യനായ ആ മൂന്നാമൻ ഇപ്പോഴും സുരക്ഷിതനായി ഇരിക്കുകയാണെന്നുമാണ് ഫിറോസ് പറയുന്നത്. ഇത് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി തനിക്ക് ദൈവത്തിലോ കർമ്മയിലോ വിശ്വാസം ഇല്ലായിരുന്നുവെന്ന് ഫിറോസ് വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇപ്പോൾ താൻ വീണ്ടും ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങി വരികയാണ്. പ്രപഞ്ചത്തിൽ കർമ്മ എന്നൊന്ന് ഉണ്ടെന്ന് താൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. താൻ അനുഭവിച്ച വേദനകൾക്ക് കാലം മറുപടി നൽകുമെന്നും ചതി ചെയ്തവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. സജനയുടെയും ഫിറോസിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. ആദ്യ വിവാഹത്തിൽ സജനയ്ക്ക് ഒരു മകളുണ്ട്. ഫിറോസുമായുള്ള ബന്ധത്തിൽ ഇവർക്ക് ഒരു മകനുമുണ്ട്. കുട്ടികളുടെ ഭാവി കൂടി പരിഗണിച്ചാണ് പല കാര്യങ്ങളും തുറന്നു പറയാത്തതെന്നായിരുന്നു മുൻപ് ഇരുവരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫിറോസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ പുതിയ നിയമ പോരാട്ടങ്ങൾക്കോ തർക്കങ്ങൾക്കോ കാരണമായേക്കാം. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ഫിറോസിന് ലഭിക്കുന്നത്. സത്യം പുറത്തു വരട്ടെ എന്നും ചതിയന്മാരുടെ മുഖംമൂടി അഴിയണമെന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ആരെയാണ് ഫിറോസ് ഉദ്ദേശിച്ചതെന്ന് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സോഷ്യൽ മീഡിയ സിദ്ധാന്തങ്ങൾ. അവാർഡ് ജേതാക്കളായ പ്രമുഖരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ടാണ് ആരാധകരുടെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. താനിപ്പോൾ വലിയൊരു മാനസിക പരിവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഫിറോസ് വ്യക്തമാക്കുന്നു. സത്യം എന്നായാലും പുറത്തുവരുമെന്നും അന്ന് മാന്യന്മാരായി ചമഞ്ഞ് നടക്കുന്ന പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കോളിളക്കം സൃഷ്ടിച്ചേക്കാവുന്ന വെളിപ്പെടുത്തലുകളുടെ ആദ്യഘട്ടം മാത്രമാണിതെന്നാണ് സൂചനകൾ.